സമഗ്രയുടെ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഏതെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഇത്തവണ പരീക്ഷയ്ക്ക് വരുന്നത്. മാറിയ പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ ചോദ്യപേപ്പർ നമുക്കൊരു ഫെമിലിയർ അല്ല എന്നുള്ളത് കൊണ്ട് സമഗ്ര തയ്യാറാക്കിയ ഈ ഒരു ചോദ്യപേപ്പറിനെ ബേസ് ചെയ്ത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. നീരജ ബാനോട്ടിനെ കുറിച്ചുള്ള ഒരു പാസേജാണ്, നമ്മൾ പഠിച്ചതാണ്. ഒന്ന് വായിച്ചു നോക്കാം. ഇൻ എ ഡീപ്ലി മൂവിംഗ് സെറിമണി ഓഫ് ദ റിപ്പബ്ലിക് ഡേ ഓഫ് 1987, നീരജ ബാനോട്ട് വാസ് പോസ്റ്റ്മസ്ലി conferred India highest peacetime gallantry award, the Ashoka Chakra. Neerja was a brave flight attendant who had sacrificed her life to save passengers on a hijacked aeroplane. The ceremony, attended by dignitaries, families and friends, was fitting tribute to Neeraja's legacy. The Ashoka Chakra, presented by Gianni Zail Singh, the President of India, was received by Neeraja's mother, Rama Bhanot. Neeraja's father, Harish Bhanot, and her brother were present to witness the ceremony. First question: why was Ashoka Chakra conferred to Neeraja Bhanot? Neeraja Bhanotine Ashoka Chakra നൽകാനുള്ള കാരണം എന്താണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ: നീരജ വാസ് പോസ്റ്റ്മസ്ലി അവാർഡഡ് അശോക് ചക്ര ആസ് ഷീ സേവ്ഡ് മെനി പാസഞ്ചേഴ്സ് ഇൻ ദ ഫ്ലൈറ്റ്, സാക്രിഫൈസിങ് ഹെർ ഓൺ ലൈഫ്. അപ്പോൾ സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് പ്ലെയിനിലുണ്ടായിരുന്ന ഒരുപാട് പാസഞ്ചേഴ്സിനെ രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് നീരജയ്ക്ക് പോസ്റ്റ്മസ്ലായിട്ട് മരണാനന്തര ബഹുമതിയായിട്ട് അശോക ചക്ര നൽകാൻ ഉള്ള കാരണം. രണ്ടാമത്തെ ചോദ്യം: ഈ ഒരു അശോക് ചക്ര നീരജയ്ക്ക് വേണ്ടിയിട്ട് ആരാണ് അത് റിസീവ് ചെയ്തത് എന്നാണ് ചോദ്യം. ഉത്തരം നീരജാസ് മദർ രമ ഭാനോട്ടാണ് ആൻസർ ആയിട്ട് വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ: വാട്ട് ഐഡിയ ഡു യു ഗെറ്റ് അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് നീരജ ഫ്രം ദി പാസേജ്? ഈ പാസേജിൽ നിന്ന് നീരജയെക്കുറിച്ചുള്ള എന്ത് ഐഡിയ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നീരജ ഭാനോട്ടിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എന്ത് ഐഡിയ കിട്ടും? നമുക്കിവിടെ 1 മാർക്കേ ഉള്ളൂ, അപ്പോൾ ആ രീതിയിൽ ആൻസർ ചെയ്താൽ മതി. അതുപോലെ ഫോർത്ത് ക്വസ്റ്റ്യൻ: പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ആൻ ആക്ട് സ്റ്റേറ്റ്മെൻറ്റ് ടു എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്, റെസ്പെക്റ്റ് ഓർ അഡ്മിറേഷൻ. ഈ ഒരു അർത്ഥം വരുന്ന വേർഡ് ഏതാണ്? ഗ്രാറ്റിറ്റ്യൂഡോ റെസ്പെക്റ്റോ അല്ലെങ്കിൽ അഡ്മിറേഷനോ ഷോ ചെയ്യുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന, എക്സ്പ്രസ് ചെയ്യുന്ന ആ പ്രവൃത്തി ഏതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: കൺസ്ട്രക്ട് എ സെൻറ്റൻസ് യൂസ് ദ വേർഡ് വിറ്റ്നസ്. വിറ്റ്നസ് എന്നുള്ള വേർഡ് നൗണായി വരുന്ന രീതിയിൽ ഒരു സെൻറ്റൻസ് ചെയ്യുക എന്നൊക്കെയാണ് നമുക്കിവിടെ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. അതിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം നമുക്ക്. നീരജയുടെ ക്യാരക്ടർ നമുക്ക് അറിയാവുന്ന എന്താണ്? നീരജ വാസ് എ വുമൺ ഓഫ് എക്സെപ്ഷണൽ കറേജ് ആൻഡ് സെൽഫ്ലെസ്നെസ് ഹു ഷോഡ് എ റിമാർക്കബിൾ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന്. അപ്പോൾ നീരജ എന്താണ്? വളരെ അസ്വാഭാവികമായിട്ടുള്ള ഒരു കറേജ്, ധീരതയുള്ള ആളുകളും അതുപോലെ സെൽഫ്ലെസ്നെസ്, നിസ്വാർത്ഥ സേവനം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമാണ് എന്നാണ്. അടുത്തത് നമുക്ക് ആ 1 വേർഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അഡ്മിറേഷൻ, റെസ്പെക്റ്റ് എക്സ്പ്രസ് ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ഏതാ എന്നുള്ള ട്രിബ്യൂട്ട് എന്നുള്ളതാണ്. ആ വേർഡ് ട്രിബ്യൂട്ട് എന്നുള്ളതാണ്. അപ്പോൾ വിറ്റ്നസ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഷീ വാസ് ദ സോൾ വിറ്റ്നസ് ടു ദ ഇൻസിഡൻറ്റ് എന്നുള്ള. ഷീ വാസ് ദ സോൾ വിറ്റ്നസ് ടു ദി ഇൻസിഡൻറ്റ്. നെക്സ്റ്റ് 6 to 10, 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന പോയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. പോയത്തിലെ ലൈൻസ് വന്നിട്ടുണ്ട്. ദ സ്നോ ഗ്ലോസ് വൈറ്റ് ഓൺ ദ മൗണ്ടെയിൻ നൈറ്റ്, നോട്ട് എ ഫുട് പ്രിന്റ് ടു ബി സീൻ, എ കിങ്ഡം ഓഫ് ഐസൊലേഷൻ ആൻഡ് ലുക്ക് ലൈക്ക് ആൻ ഐ ആം ക്യൂൻ, ദ വിൻഡ് ഈസ് ഹൗളിംഗ്. ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ചോദ്യം: ആൻഡ് ഇറ്റ് ലുക്ക് ലൈക്ക് ഐ ആം ദ ക്യൂൻ. ഹു ഈസ് ദ ക്യൂൻ റെഫേർഡ് ടു ഹിയർ? ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ക്യൂൻ ആരാണ്? ഞാൻ ക്യൂനെ പോലെയാണ് എന്നാണ് കവിതയെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ക്യൂൻ ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ദ ആൻസർ ഈസ് എൽസ. എൽസ എന്നുള്ള ആ ഒരു ക്യാരക്ടറാണ് ഇവിടുത്തെ ക്യൂനായിട്ട് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഫ്രോസൺ എന്ന് പറയുന്ന
ആ ഒരു മൂവിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പോയമായിരുന്നു. അതുകൊണ്ട് എൽസയാണ് ഇതിലെ ക്യൂൻ. സെവൻത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ സിംഗർ എക്സ്പ്രസ് ഹർ ഇന്നർ ടർമോയിൽ? സിംഗർ, ഈ പാട്ടുകാരൻ പോയിട്ട് എങ്ങനെയാണ് ആ എൽസയുടെ ഇന്നർ ടർമോയിലിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അതുപോലെ എട്ടാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ സിംഗർ ഇംപ്ലൈ? എന്താണ് സിംഗർ ഉദ്ദേശിക്കുന്നത്? അബൌട്ട് ദ സോഷ്യൽ എക്സ്പെക്ടേഷൻ വെൻ ഷീ സേസ് ബി ദ ഗുഡ് ഗേൾ യു ആൾവേസ് ഹാവ് ടു ബി. സമൂഹം അവളെക്കുറിച്ച് എന്താണ് പ്രതീക്ഷിക്കുന്നത്? സമൂഹം എന്താ എക്സ്പ്രസ് ചെയ്യുന്നത്? നമ്മളെല്ലായ്പ്പോഴും ഒരു ഗുഡ് ഗേളായിട്ട് നിലകൊള്ളണം എന്നാണ് പറയുന്നത് എന്നാണ്. അപ്പോൾ സൊസൈറ്റി ഈ അവളെക്കുറിച്ച് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് സിംഗർ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ ഒൻപതാമത്തെ ചോദ്യം, വിച്ച് ലൈൻ ഈസ് ദ സോങ് സജസ്റ്റ് ഷിഫ്റ്റ് ഇൻ ടോൺ? ഈ പോമിൽ ഏത് ലൈനിലാണ് ഈ പോമിൻ്റെ ടോണിൽ ചേഞ്ച് വരുന്നത്? അതുവരെ ഒരു മൊണോട്ടോണിൽ നിന്ന് ഒരു ചേഞ്ച് വരുന്നുണ്ട്, അത് ഏത് ലൈനിലാണ്? അതുപോലെ 10th ക്വസ്റ്റ്യൻ, ഹെവൻ നോസ് ഐ ട്രൈഡ് എന്നാണ്. ഹെവൻ നോസ് ഐ ട്രൈഡ്. വാട്ട് ഡസ് ദ സിംഗർ മീൻ ബൈ ദിസ് എക്സ്പ്രഷൻ? ഈ എക്സ്പ്രഷനിലൂടെ പാട്ടുകാരി സിംഗർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കൊന്ന് നോക്കാം. The singer expresses her inner turmoil by comparing it to the howling wind. അപ്പോൾ ഹൗളിംഗ് വിൻഡുമായിട്ടാണ് സിംഗർ എന്ത് ചെയ്യുന്നത്? തൻ്റെ ഇന്നർ ടർമോയിലിനെ കമ്പയർ ചെയ്യുന്നത് ഹൗളിംഗ് വിൻഡുമായിട്ടാണ്. 8ാമത്തെ സോഷ്യൽ എക്സ്പെക്ടേഷൻ എന്താണ്? ദ സൊസൈറ്റി ഹാസ് ഫിക്സഡ് സർട്ടൻ നോംസ് ഓൺ ദ പീപ്പിൾ സോ ദാറ്റ് ദേ വർ കമ്പൽഡ് ടു ബിഹേവ് അക്കോർഡിംഗ്ലി. അപ്പോൾ സൊസൈറ്റിക്ക് എന്തുണ്ട്? ചില നോംസുകളൊക്കെ ഉണ്ട്. ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ പറയാൻ പാടുള്ളൂ, ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ കമ്പൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. എൽസ ഹാഡ് ബീൻ ടോൾഡ് ടു കൺസീൽ ഹർ ഇമോഷൻ ആൻഡ് മാജിക്കൽ പവേഴ്സ് ടു മെയിൻറ്റെയിൻ ദി ഇമേജ് ഓഫ് കമ്പോസ്ഡ് പ്രിൻസസ്. അപ്പോൾ എൽസ രാജകുമാരി ആയിരുന്നു. അപ്പം ആ പ്രിൻസസിൻ്റെ സ്വഭാവം നിലനിർത്താൻ വേണ്ടി അവരുടെ ഇമോഷനും അവരുടെ മാജിക്കൽ പവറും ഒക്കെ എൽസ എന്ത് ചെയ്യുകയായിരുന്നു? കൺസീൽ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അല്ലേ? ആരെ സമൂഹം പ്രതീക്ഷിക്കുന്ന പോലെ ജീവിക്കാൻ വേണ്ടി. എന്നാൽ പിന്നീട് എൽസ എന്ത് ചെയ്തു? അതൊക്കെ തള്ളിക്കളഞ്ഞ് അവളുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ തയ്യാറായി എന്നാണ്. 9th ക്വസ്റ്റ്യൻ ആൻസർ, വെൽ നൗ ദേ നോ എന്നുള്ളതാണ് ആൻസർ. 10th, this line shows the intensity of Elsa's emotional conflict, struggle the expressing her true self. അപ്പോൾ ഈ ലൈനിലൂടെ എന്താ സൂചിപ്പിച്ചത്? എൽസയുടെ ഇമോഷണൽ കോൺഫ്ലിക്റ്റ്, അവളുടെ മാനസികമായ സംഘർഷത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നും അവളുടെ ട്രൂ സെൽഫ്, താൻ ആരാണെന്ന് പ്രകടിപ്പിക്കാനുള്ള ആ ഒരു വ്യഗ്രതയൊക്കെയാണ്, അടിച്ചമർത്തിപ്പെട്ട തൻ്റെ വ്യക്തിത്വം പ്രകടിപ്പിക്കാനൊക്കെയായിരുന്നു ആ ലൈൻസിലൂടെ എൽസ ശ്രമിച്ചത്. 11th ക്വസ്റ്റ്യൻ അപ്രീസിയേഷൻ തയ്യാറാക്കാനാണ്. ഇതൊരു കൺവെൻഷൻ, ക്വസ്റ്റ്യൻ്റെ ഒരു കൺവെൻഷൻ തന്നെയാണ്, സ്ഥിരമായി ചോദിക്കുന്ന രീതിയാണ്. നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു പോയത്തിൽ നിന്ന് ഒരു 8 വരി നൽകിയിട്ട് അതിൻ്റെ അപ്രീസിയേഷൻ തയ്യാറാക്കാൻ ചോദിക്കും. ഇവിടെ വാക്കലോൺ എന്നുള്ള കവിതയെ തന്നിരിക്കുന്നത്, ഈ കവിത വായിച്ച് തന്നിരിക്കുന്ന ലൈൻസ് 6 ലൈൻസ് വന്നിട്ടുണ്ട്. ഈ ലൈൻസ് വായിച്ച് ഇതിൻ്റെ ആശയം വിശദീകരിക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് എഴുതി വരേണ്ടത് ഈ പോയം ആരെഴുതിയെന്ന് പറയണം. ദ പോയം വാക്ക് ലോൺ റിട്ടൺ ബൈ, ആരാണ് എഴുതിയതെന്ന് പറയണം. ദ തീം ഓഫ് ദ പോയം, ഈ പോയത്തിൻ്റെ തീം എന്താന്ന് പറയണം. പിന്നീട് ഈ തന്നിരിക്കുന്ന 6 ലൈനിൻ്റെ എക്സ്പ്ലനേഷൻ, ഇത് ലൈനിൽ പറഞ്ഞിരിക്കുന്ന ഐഡിയ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുശേഷം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജസ്, വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇമേജുകൾ ഏതൊക്കെയാണ്, ഈ തന്നിരിക്കുന്ന ലൈൻസിന് റൈം സ്കീം ഉണ്ടെങ്കിൽ അത് എന്താണ്, അതിൻ്റെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്, പോയറ്റിക് ഡിവൈസുകളായിട്ട് വരുന്ന മെറ്റഫർ, സിമിലി, പേഴ്സോണിഫിക്കേഷൻ, അലിട്രേഷൻ തുടങ്ങിയ പോയറ്റിക് ഡിവൈസുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്, അതിന് എക്സാമ്പിൾ, ഇവയൊക്കെ ചേർത്ത് ഒരു പാരഗ്രാഫാക്കി എഴുതുന്നതിനാണ് നമുക്കിവിടെ 5 മാർക്ക് ലഭിക്കുക. അപ്പോൾ ആ രീതിയിലാണ് ഇത് എഴുതേണ്ടത്. നമ്മുടെ ചാനലിൽ വാക്കലോൺ എന്നുള്ള പോയത്തിൻ്റെ അപ്രീസിയേഷനൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ള ആളുകൾക്ക് ആ ലെസൺ എടുത്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12 to 16, 12 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾ താഴെ തന്നിട്ടുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫ് വായിച്ച് അതിൽ നിന്ന് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, ഒരു പാരഗ്രാഫ് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാരഗ്രാഫ് നൽകുന്നത്. ഈ പാരഗ്രാഫ് ഏതുമാവാം, പുറമേ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തന്നിട്ട് നമുക്കൊരു അതിനെ ബേസ് ചെയ്തൊരു 5 ചോദ്യങ്ങൾ തരും. അപ്പോൾ പാരഗ്രാഫ് നല്ല തെറവായിട്ടൊന്ന് വായിച്ച് നോക്കുക. താഴെ നൽകുന്ന ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരം ആ പാരഗ്രാഫിലുണ്ടാവും.
അപ്പോൾ ഉത്തരം മാത്രം എഴുതുക, താഴോട്ട് മാറ്റി എഴുതുക എന്നുള്ള. 17 to 18, 17 മുതൽ 18 വരെയുള്ള 2 ചോദ്യങ്ങളാണ്. ആൻസർ എനി വൺ, ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്താൽ മതി. ഏറ്റവും കൂടുതൽ സ്കോർ നേടാവുന്ന ഒരു ചോദ്യമാണിത്. ഒരു ആൻസർ എഴുതുന്നതിന് 7 മാർക്കാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു 3 പാരഗ്രാഫായിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. ചുരുങ്ങിയതൊരു 120 വേർഡ്സ്, 120 വേർഡ്സിലൊക്കെ നമ്മൾ ആൻസർ ചെയ്യേണ്ടതാണ്, ഒരു 3 പാരഗ്രാഫായിട്ട്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ചോദ്യം നോക്കാം. 17th ചോദ്യം. ദ ലെസൺ ടോയ്സ് ടു ടീൻസ് highlight the impact of advertisement have on the shaping consumer mindsets. Prepare the write-up elaborating adverse effect of advertisement on the teenagers. ടോയ്സ് ടു ടീൻസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ അഡ്വർടൈസ്മെൻറ്റ് എത്രത്തോളം കൺസ്യൂമേഴ്സിന്, ഉപഭോക്താക്കളെ മൈൻഡ് സെറ്റ് മാറ്റാൻ സ്വാധീനിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അഡ്വർടൈസ്മെൻറ്റ് ടീനേജേഴ്സിൻ്റെ, കൗമാരപ്രായക്കാരുടെ മനസ്സിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിഷയത്തെക്കുറിച്ചൊരു റൈറ്റപ്പ് തയ്യാറാക്കുക എന്നാണ് നമ്മുടെ ചോദ്യം തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിന് ആൻസർ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോൻ്റെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിതിൻ്റെ ആൻസർ നൽകുന്നതാണ്. ഡൗട്ടുള്ള ആളുകൾക്ക് അവിടെ നോക്കിയിട്ട് അത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. 18th ചോദ്യം. Bethany Hamilton meet with a fatal shark attack while surfing in the waters of Hawaii. Her determination, courage, ambition made her world champion in surfing. Based on the story, prepare a speech on the significance of keeping positive attitude and resilience on the one's life to deliver the Motivation Day on the January 2nd. ബെത്തനി ഹാമിൽട്ടണ് അതിഭീകരമായ ഒരു ഷാർക്ക് അറ്റാക്ക് നേരിടേണ്ടി വന്നു ഹവായിൽ സർഫിംഗ് ചെയ്യുമ്പോൾ എന്ന് നമുക്കറിയാവുന്നതാണ്. എന്നാൽ അവളുടെ ഡിറ്റർമിനേഷൻ കൊണ്ടും കറേജ് കൊണ്ടും അംബീഷൻ കൊണ്ടും അവൾ സർഫിങ്ങിൽ വേൾഡ് ചാമ്പ്യൻ ആയി പിന്നീട് മാറി. അവളുടെ യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പാഠമാണിത്. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി നിങ്ങളൊരു സ്പീച്ച് തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഇവിടെ തന്നിട്ടുള്ളത്. പ്രിപ്പയർ എ മോട്ടിവേഷണൽ സ്പീച്ച് എന്നാണ് പറയുന്നത്. ജനുവരി 2 മോട്ടിവേഷണൽ ഡേ ആയി ആചരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി ബെത്താനി ഹാമിൽട്ടൻ്റെ ആ ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സ്പീച്ച് തയ്യാറാക്കുക എന്നാണ്. അപ്പോൾ അൺസ്റ്റോപ്പബിൾ എന്ന് പറയുന്ന ഈ പാഠത്തെ അടിസ്ഥാനമാക്കി നമ്മൾ വീഡിയോ ക്ലാസ് ലെസൺസ് ഉണ്ട്. അതിൽ മോട്ടിവേഷണൽ സ്പീച്ച് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇനി ആ ക്ലാസ് കേൾക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതേ നമ്മളിപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും നൽകുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനായിട്ട് വരുന്നത് 19 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങൾ. ആൻസർ എനി 2 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. ഏതെങ്കിലും 2 ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യന് 5 മാർക്ക് വീതമാണ്. അപ്പോൾ 5 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളാണ്. ഇത് നിലവിലുള്ള ഒരു തുടർന്ന് വന്നിരുന്ന ചോദ്യ പേപ്പറിൻ്റെ പാറ്റേണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇവിടെ തന്നത്. 7 മാർക്കിൻ്റെ ചോദ്യം സാധാരണ ഉണ്ടാവാറുണ്ട്, എന്നാൽ 5 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാവാറില്ലായിരുന്നു. അപ്പോൾ നോക്കാം, ഏതെങ്കിലും 2 എഴുതാമെന്നാണ് നമ്മൾ പറയുന്നത്. 3 നമുക്ക് നൽകുന്നുണ്ട്. 19th ചോദ്യം. ആഫ്റ്റർ ദ ഷാർക്ക് അറ്റാക്ക്, ബെത്താനി ഹാമിൽട്ടൺ വാസ് ഡൗട്ട്ഫുൾ അബൌട്ട് പർസ്യൂയിങ് ഹർ പാഷനേറ്റ് ഫോർ സർഫിംഗ്. ഹർ ഫാദർ എൻകറേജസ് her with his inspiring and soothing words. Prepare the likely conversation between them. അപ്പോൾ ഷാർക്ക് അറ്റാക്കിന് ശേഷം ബെത്താനി ഹാമിൽട്ടണ് തൻ്റെ സർഫിംഗ് എന്നുള്ള പാഷൻ പിന്തുടരാൻ കഴിയുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഫാദർ അവളെ നന്നായിട്ട് ഇൻസ്പയർ ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു, അല്ലെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ബെത്താനി ഹാമിൽട്ടണും ഫാദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സംഭാഷണങ്ങൾ തയ്യാറാക്കുമ്പോൾ 6 എക്സ്ചേഞ്ചുകളാണ് നമുക്ക് വേണ്ടത്. 6 ചോദ്യോത്തരങ്ങൾ എന്നുള്ള രീതിയിൽ ഫാദറും ഡോട്ടറും തമ്മിലുള്ള 6ഉം 6ഉം എന്ന് പറയുമ്പോൾ ഏകദേശം 12 സെൻറ്റൻസോളം നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ, 20th ചോദ്യം. ഓൺ January 13th, യുവർ സ്കൂൾ ഓർഗനൈസിങ് an exhibition of Mahatma Gandhi book and a collection of rare photograph capturing his life and contribution. Prepare a notice informing the public about the exhibition.
അപ്പോൾ നോട്ടീസ് റൈറ്റിംഗ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നോട്ടീസ് തയ്യാറാക്കാമെന്ന് നമ്മുടെ ചാനലിൽ നൽകിയിട്ടുണ്ട്. ഒരു ഷുവർ ക്വസ്റ്റ്യനാണ് നോട്ടീസ് റൈറ്റിംഗ് എന്നുള്ളത്, 3 ടേം പ്രോഗ്രാം നോട്ടീസ് എന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാ കുട്ടികളും ഒന്ന് പഠിക്കുക. വളരെ ഷുവറായിട്ട് സിമ്പിളായിട്ട് എഴുതി ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇവിടെ ജനുവരി 13 നിങ്ങളുടെ സ്കൂളിൽ മഹാത്മാഗാന്ധി ബുക്ക് ആൻഡ് കളക്ഷൻ റെയർ ഫോട്ടോഗ്രാഫ്, ഗാന്ധിയുടെ ലൈഫുമായി ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫ്സ്, പുസ്തകങ്ങൾ എന്നിവയുടെ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാൻ പോവുകയാണ്. പ്രിപ്പയർ എ നോട്ടീസ് ഇൻഫോമിങ് ദ പബ്ലിക് എബൌട്ട് ദ എക്സിബിഷൻ എന്ന്. അപ്പോൾ പൊതുജനങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള ഒരു എക്സിബിഷൻ്റെ ഒരു നോട്ടീസ് തയ്യാറാക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ എവിടെ, എന്ന്, എന്തിനെക്കുറിച്ച് എന്നുള്ള നോട്ടീസിലുണ്ടാവണോ, ആരാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്, പ്രധാനപ്പെട്ട എക്സിബിഷൻ പ്രോഗ്രാംസ് എന്താണ് എന്നുള്ളത് നമ്മുടെ നോട്ടീസിൽ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 2 ചോദ്യങ്ങൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. 21ാമത്തെ ചോദ്യം, റീഡ് ദ ഫോളോയിങ് പാസേജ്, പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ 21ാമത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫ് നമ്മൾ വായിച്ച് അതിനെ ബേസ് ചെയ്ത് 5 ചോദ്യങ്ങൾ നമ്മളോട് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ളൊരു ചോദ്യവും ഉണ്ടാവാറില്ല. അപ്പോൾ ഇതും നമുക്കൊരു ടാസ്ക്കായിട്ട് പുതിയൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുകയാണ്. ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫ് വായിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻ ബേസ്ഡ് ഉണ്ട്. ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് 5 ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കുക. അപ്പോൾ നമുക്കറിയാം WH ക്വസ്റ്റ്യൻ, വാട്ട്, വെന്ന്, വേർ, വൈ, വിച്ച്, ഹൂ, ഹൂം, ഹൂസ് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ WH ക്വസ്റ്റ്യനും എസ് ഓർ നോ ക്വസ്റ്റ്യനും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 5 ചോദ്യങ്ങൾ ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ടാസ്ക്. അപ്പോൾ ഈ 3 എണ്ണത്തിൽ നിന്ന് 19 മുതൽ 21 വരെയുള്ള ഈ 3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 2 ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യണം എന്നുള്ള. നെക്സ്റ്റ് 22 to 25, 22 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ ഏതെങ്കിലും 3 എണ്ണം നമ്മൾ ആൻസർ ചെയ്യണം. ഒരു ക്വസ്റ്റിന് 6 മാർക്ക് വീതമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 6 മാർക്ക് വീതം ഏതെങ്കിലും 3 എണ്ണം ആൻസർ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം 22ാമത്തെ ചോദ്യം. ദ മീറ്റിംഗ് ബിറ്റ്വീൻ ജോസഫ് ബാർബറ, മൈക്കിൾ ജാക്സൺ ബിക്കം എ ടോക്ക് ഓഫ് ദ ടൗൺ. അപ്പോൾ ജോസഫ് ബാർബറയും മൈക്കിൾ ജാക്സണും തമ്മിലുള്ള മീറ്റിംഗ് ഒരു നാട്ടിലൊക്കെ ഒരു സംസാര വിഷയമായി മാറി. ദ ഡീറ്റെയിൽസ് ഓഫ് ദെയർ മീറ്റിംഗ് ക്യാപ്ചേർഡ് ദ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ ഓഫ് ദ ഫോളോയിങ് ഡേ. അപ്പോൾ തുടർന്ന് പിറ്റേ ദിവസം പുറത്തിറങ്ങിയ പത്രത്തിൻ്റെ ഹെഡ്ലൈനിൽ ഇവർ തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇമാജിൻ യുവർ സെൽഫ് ആസ് എ റിപ്പോർട്ടർ, ഡ്രാഫ്റ്റ് ദ ഡീറ്റെയിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ദ മീറ്റിംഗ് ബിറ്റ്വീൻ 2 ലെജൻഡ്. ഇവർ 2 തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ പത്രവാർത്ത തയ്യാറാക്കുക എന്ന്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കണം, നല്ലൊരു തലക്കെട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ കൊടുക്കണം. അതുപോലെ ഇത് എവിടെ വെച്ച് നടന്നത് എന്നുള്ള പ്ലേസ് നമ്മൾ കൊടുക്കണം, ഒരു ഡേറ്റ് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു സംഭവത്തെക്കുറിച്ച്, മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് എഴുതി തയ്യാറാക്കണം. ആ റിപ്പോർട്ട് എപ്പോഴും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് 5 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കണം. വാട്ട്, വെന്ന്, വേർ, വൈ, അല്ലെങ്കിൽ വിച്ച്, ഹൂ എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കണം ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പോൾ ഒരു ബോക്സൊക്കെ വരച്ച് ബോക്സിനകത്ത് ടൈറ്റിൽ, അതുപോലെ പ്ലേസ്, ഡേറ്റ് എന്നിവ കൊടുത്തതിന് ശേഷം പാസ്റ്റ് ടെൻസിൽ ഈ കഴിഞ്ഞു പോയ ഈ ഒരു മീറ്റിങ്ങിനെ കുറിച്ചുള്ള റിപ്പോർട്ട് എഴുതുക. 23ാമത്തെ ചോദ്യം. ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ പ്ലാൻ ഹോണർ കെ ജയകുമാർ ദ റെസിപ്പിയൻ്റ് ഓഫ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2004. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കെ ജയകുമാറിനെ ആദരിക്കാനായിട്ട് ഇംഗ്ലീഷ് ക്ലബ്ബ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആസ് ദ സെക്രട്ടറി ഓഫ് ദ ഇംഗ്ലീഷ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നിങ്ങൾ ടാസ്ക് ദ റൈറ്റിംഗ് ലെറ്റർ ടു ഹിം ഇൻക്വയർ അബൌട്ട് ഈസ് അവൈലബിലിറ്റി ഓഫ് ഇവൻറ്റ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടും അദ്ദേഹത്തെ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ടും നിങ്ങൾ അദ്ദേഹത്തിന് ഒരു കത്തെഴുതുക എന്നാണ്. ഒരു എൻക്വയറി ലെറ്ററാണ് എഴുതേണ്ടത്. പ്രിപ്പയർ ലൈക്ക് ദ ലെറ്റർ. അതൊരു ഫോർമൽ ലെറ്ററാണ്, ഇൻഫോർമൽ അല്ല, ഔപചാരികമായിട്ടുള്ള കത്താണ്. അപ്പോൾ ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ഫ്രം അഡ്രസ്സ് വേണം, ഡേറ്റ് വേണം, ടു അഡ്രസ്സ് വേണം, സല്യൂട്ടേഷൻ വേണം, സബ്ജക്റ്റ് വേണം, കണ്ടൻറ്റ് എന്താണ്, ഈ ഇൻവിറ്റേഷൻ ഇൻവൈറ്റ് ചെയ്യും വേണം, അദ്ദേഹത്തിൻ്റെ ടൈം അവൈലബിലിറ്റി എൻക്വയറി ചെയ്യും വേണം, എന്താണ് പ്രോഗ്രാം എന്നൊക്കെ അവിടെ അറിയിച്ചുകൊണ്ട് നമ്മൾ ലെറ്റർ എഴുതേണ്ടതാണ്. 24ാമത്തെ ചോദ്യം.
ഈ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ്, ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റൊക്കെ നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരത് കണ്ട് പഠിക്കുക. 24 The selfless act of Neeraj Banod that saved the lives of passengers. Pan Am Flight 73 serves as a powerful example of the courage and sacrifice. അപ്പോൾ പാൻ ആം ഫ്ലൈറ്റ് 73 പാസഞ്ചേഴ്സിനെ വളരെ തന്നെ നിസ്വാർത്ഥ സേവനം കൊണ്ട് നീരജ ബാനോട്ടിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. വളരെ കറേജിയസ് ആയിട്ടുള്ള, സെൽഫ്ലെസ് ആയ, സാക്രിഫൈഷ്യൽ ആയിട്ടുള്ള ലൈഫായിരുന്നു അവർ കാണിച്ചത്. ബേസ്ഡ് ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഹർ ഇൻസ്പയറിംഗ് സ്റ്റോറി പ്രിപ്പയർ ഡീറ്റെയിൽഡ് കാറ്റ സ്കെച്ച് ഓഫ് നീരജ ബാനോട്ട്. അപ്പോൾ നീരജ ബാനോട്ടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് കാറ്റ സ്കെച്ച് ചെയ്യുക. ഒരു 3 പാരഗ്രാഫൊക്കെ ആയിട്ട് നമുക്ക് നീരജയുടെ കാറ്റ സ്കെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും നമ്മൾ ഈ ദ ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറയുന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നമ്മുടെ ചാനലിലെ വീഡിയോ ലെസണിൽ തന്നിട്ടുണ്ട്. കൂട്ടുകാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ക്യാരക്ടർ സ്കെച്ച് കിട്ടാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അത് ക്യാരക്ടർ ഷെയർ ചെയ്ത് നൽകുന്നതാണ്. 25 ചോദ്യം. പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ മൈക്കിൾ ജാക്സൺ എന്ന മൈക്കിൾ ജാക്സനെ കുറിച്ച് ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക. അപ്പോൾ പ്രൊഫൈൽ റൈറ്റിംഗ് ഒരു ഷുവർ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. 6 മാർക്കിന് എങ്ങനെ സിമ്പിളായിട്ട് പ്രൊഫൈൽ എഴുതാം എന്നുള്ളതിൻ്റെ ട്രിക്കും നമ്മുടെ വീഡിയോ ചാനലിൽ നൽകിയിട്ടുണ്ട്. അതും കൂട്ടുകാർ ഷുവറായിട്ട് എടുത്ത് പഠിക്കണം. 26 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾ ആൻസർ എനി വൺ ഓഫ് ദ ഫ്ലോയിങ് എന്നുള്ളതാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്. അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ദ ന്യൂസ് പേപ്പർ ഗിവൺ ബിലോ. താഴെ ഒരു പരസ്യം നൽകിയിട്ടുണ്ട്. റീഡ് ദ അഡ്വർടൈസ്മെൻറ്റ്. ആ പരസ്യം നന്നായിട്ട് വായിക്കുക. ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. അതിനുശേഷം താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അപ്പോൾ വേക്കൻസി, ഇതൊക്കെ നമ്മുടെ അവസാനത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ സെക്കൻഡ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് കുറേ അധികം ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് ലാസ്റ്റ് യൂണിറ്റുമായി ബന്ധപ്പെട്ട്. ന്യൂ സ്റ്റാർ സ്പോർട്സ് ക്ലബ് ഈസ് ലുക്കിംഗ് ഫോർ ക്രിക്കറ്റ് കോച്ച് ഓഫ് ദ സീനിയർ ക്രിക്കറ്റ് ടീം ഫോളോയിങ് ക്വാളിഫിക്കേഷൻ എന്നാണ്. അപ്പോൾ 12 ഇയർ എക്സ്പീരിയൻസ് വേണം, എനർജറ്റിക് പേഴ്സൺ ആയിരിക്കണം, പിന്നെ അട്രാക്റ്റീവ് റെമ്യൂണറേഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. ഇൻ്റർവ്യൂ 15 മാർച്ച് 25 ഫ്രം 8 AM to 2 PM മഹാരാജ സ്പോർട്സ് കോംപ്ലക്സിലാണ്. നിരുദ്ധനാണ് കോണ്ടാക്റ്റ് നൽകിയിട്ടുള്ളത്. ഇമെയിൽ ID നൽകിയിട്ടുണ്ട്. ന്യൂ സ്റ്റാർ സ്പോർട്സ് ക്ലബ്ബാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് വായിച്ച് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ അഡ്വർടൈസ്മെൻറ്റ് അബൌട്ട്? എന്തിനെക്കുറിച്ചാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഹൗ മെനി ഇയർ ഓഫ് എക്സ്പീരിയൻസ്, എത്ര വർഷത്തെ അനുഭവജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. വിച്ച് ഈസ് ദ വെന്യൂ ഓഫ് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം ഏതാണ്. അതുപോലെ ഹൂ ഷുഡ് കോണ്ടാക്ട് ഫർദർ മോർ, കൂടുതൽ വിവരങ്ങൾക്ക് ആരെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് അവിടെ തന്നിട്ടുണ്ടല്ലോ, അനിരുദ്ധ എന്നുള്ളത് അല്ലേ. വെൻ ദ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, എവിടെ വെച്ചാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സമയമൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. 31 മുതൽ ഇനി നമുക്ക് അങ്ങോട്ട് ഗ്രാമർ ചോദ്യങ്ങളാണ്. അപ്പോൾ ഏതെല്ലാം ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കാം. ഒന്നാമതായിട്ട് തന്നിട്ടുള്ളത് ഫ്രേസൽ വേർബ്സ് ആണ്. വിട്ടുപോയ ഭാഗങ്ങൾ ഫ്രേസൽ വേർബുകൾ വെച്ചിട്ട് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്പ്രിങ് അപ്പ്, ടേൺ അപ്പ്, ഗോ ത്രൂ, പുട്ട് അക്രോസ്, കം അക്രോസ് എന്നുള്ള ഫ്രേസൽ വേർബുകളാണ് തന്നത്. ഇത് നമ്മുടെ പാഠഭാഗവുമായി ബേസ് ചെയ്തിട്ടുള്ള ഫ്രേസൽ വേർബുകളാണ്. ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആ ചാപ്റ്ററിൽ ഈ ഒരു ഫ്രേസൽ വേർബ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോ ചാപ്റ്ററിലും കടന്നു പോകുന്നതാണ്. അപ്പോൾ എന്താണ് ഉത്തരം നോക്കാം. വൺ തേഴ്സ്ഡേ മോർണിംഗ് Moholo returned home earlier than usual and she was dash a magazine. Suddenly a pack of dogs at her barking loudly. Then the madam of the house dashed there. Moholo dash that she just arrived there to meet her sister. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉത്തരം നോക്കാം. വൺ തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ, ഒരു ദിവസം തേഴ്സ്ഡേ ആഫ്റ്റർനൂണിൽ മൊഹോളോ റിട്ടേൺഡ് ഹോം ഏർലിയർ ദാൻ യൂഷ്വൽ, പതിവിലും നേരത്തെ അവൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഷീ വാസ് ഡേഷ് എ മാഗസിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആ ബ്ലാങ്കിൽ എന്താ എഴുതുന്നത്, സ്പ്രിങ് അപ്പ്, ടേൺ അപ്പ്, ഗോ ത്രൂ, പുട്ട് അക്രോസ്, കം അക്രോസ് എന്ന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഷീ വാസ് ഗോയിങ് ത്രൂ എ മാഗസിൻ. ഷീ വാസ് ഗോയിങ് ത്രൂ എ മാഗസിൻ. സഡൻലി എ പാക്ക് ഓഫ് ഡോഗ്, പെട്ടെന്നൊരു കൂട്ടം നായ്ക്കൾ എന്ത് ചെയ്തു, സ്പ്രാങ് അപ്പ് അല്ലേ, സ്പ്രിങ് അപ്പ് എന്ന് പറയാം, സ്പ്രാങ് അപ്പ് അറ്റ് ഹർ, അവൾ നേരെ കുതിച്ചു ചാടി, ബാർക്കിംഗ് ലൗഡ്ലി, ഉച്ചത്തിൽ കുരച്ചുകൊണ്ട്. ദെൻ ദ മാഡം ഓഫ് ദ ഹൗസ് ഡാഷ് ദർ, അപ്പോൾ എന്ത് ചെയ്തു,
ആര് പ്രത്യക്ഷപ്പെട്ടു, ആരവിടെ വന്നു? ദ ടേൺ അപ്പ് എന്നാണ് അല്ലേ, ദ മാഡം ഓഫ് ദ ഹൗസ്, ആ വീട്ടിലെ മാഡം എന്ത് ചെയ്തു? ടേൺ അപ്പ് ദർ അല്ലേ, അവിടെ ടേൺ അപ്പ് എന്നുള്ള ടേൺഡ് അപ്പ് നാവും, ടേൺഡ് അപ്പ് ദർ എന്നുള്ള. ആൻഡ് മൊഹോളോ ഡാഷ് ജസ്റ്റ് ഷീ അറൈവ്ഡ് ദർ ടു മീറ്റ് അവർ സിസ്റ്റർ. മൊഹോളോ പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ് എന്നാണ് പുട്ട് അക്രോസ് അല്ലേ, ദാറ്റ് അവളോട് പറഞ്ഞു ഞാൻ എന്തിനു വന്നതാണ്, അവളുടെ സിസ്റ്ററിനെ കാണാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു, പുട്ട് അക്രോസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഇനി വരാത്തത് കം അക്രോസ് ആണ്. കം അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റ് ബൈ ചാൻസ് എന്നാണ്, അവിചാരിതമായി കണ്ടുമുട്ടുക, അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇനി വരാത്തത്. ഇനി എഡിറ്റ് ദ പാസേജ് ആണ്. എഡിറ്റ് ചെയ്യേണ്ട വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അതിനെ കറക്റ്റ് ടെൻസ് ഫോമിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കുക, ബോൾഡ് ലെറ്റർ ആക്കണോ എന്ന് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ദ ബോയ്സ് ഫാദർ ഷെയ്ക്ക് ഹിം ബൈ ദ ഹാൻഡ് ആൻഡ് വെൻഡ് ഓഫ്. ഹി പ്രൊസീഡഡ് ഫ്യൂ സ്റ്റെപ്സ് ദെൻ കെയിം ടു സ്റ്റാർട്ടിൽഡ് halt. A line of trucks carry central security troops traveled majestically by എന്നാണ് കൊടുത്തത്. അപ്പോൾ ഈ സെൻറ്റൻസ് തന്നിട്ടുള്ള പാരഗ്രാഫിൽ ആ സെൻറ്റൻസുകളുടെ ടെൻസ് ഏതാണെന്ന് ആദ്യം ഒന്ന് നമ്മൾ നോക്കണം, ഏതാണ് ആദ്യം നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലാണ് കിടക്കുക. ഹി പ്രൊസീഡഡ് എന്നൊക്കെ ഉണ്ട് രണ്ടാമത്തെ സെൻറ്റൻസ് അല്ലേ, പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഷെയ്ക്ക് എന്നുള്ള എന്തായി മാറും? ഷൂക്ക് എന്നായി മാറും. ഷെയ്ക്ക് എന്നുള്ളത് ഷൂക്ക് എന്നായി മാറും. ഫ്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഡാണ്, നമുക്കറിയാം, ഇല്ല എന്നാണ്. അപ്പോൾ അവിടെ ഫ്യൂ അല്ല വരിക, എ ഫ്യൂ, കുറച്ച്, പോസിറ്റീവ് വേർഡാണ് വേണ്ടത്. എ ഫ്യൂ സ്റ്റെപ്സ്, അപ്പോഴേ കുറച്ച് സ്റ്റെപ്പുകൾ എന്നായി മാറുള്ളൂ. എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരി എന്ന് പറഞ്ഞാൽ വഹിക്കുക എന്ന്. അപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. ട്രക്കുകൾ എന്ത് ചെയ്യുന്നത്? ക്യാരിയിങ്, ING ആണ് അല്ലേ, കണ്ടിന്യൂസാണ്. ട്രക്സ് ക്യാരിയിങ്. മെജസ്റ്റിക്കലി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, മെജസ്റ്റിക്കലി എന്നുള്ളത് എന്താ? ഒരു അഡ്ജക്റ്റീവ് ഫോമാണ്. അപ്പോൾ അവിടെ വരേണ്ടത് എന്താണ്? മെജസ്റ്റിക്കലി എന്നുള്ളത് തന്നെയാണ്, CALLY. നെക്സ്റ്റ് 33 ചോദ്യം. കോൺവേഴ്സേഷനെ റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ടഡ് സ്പീച്ച് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് വന്നിട്ടുള്ള. ഗ്രേസീസ് മോം, ഹൗ ഡു യു നോ അബൌട്ട് ദീസ് ഡോൾസ് എന്ന് ചോദിച്ചു. ഗ്രേസി പറഞ്ഞു മാഡി ടോൾഡ് മീ അബൌട്ട് ദം എന്നാണ് ഉത്തരം തന്നിരിക്കുക. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, റിപ്പോർട്ട് സ്പീച്ചിലേക്ക് വരണം. വാട്ട് ഡിഡ് ഗ്രേസി മോം ആസ്ക്? ഗ്രേസിയുടെ മോം എന്താ ചോദിച്ചത് എന്ന് ചോദിക്കണം. അപ്പോൾ ഗ്രേസീസ് മോം ആസ്ക്ഡ് ഗ്രേസി അല്ലേ, ഗ്രേസിയുടെ മോം ആരോട് ചോദിച്ചു? ഗ്രേസിയോട് ചോദിച്ചു. ഇനി തന്നത് WH സെൻറ്റൻസ് ആവുകൊണ്ട് തന്നെ നമ്മൾ WH തന്നെ തുടങ്ങാം. ഹൗ എന്നെ തുടങ്ങാം എന്നാ. ഇനി യു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? പ്രൊനൗൺ ചേഞ്ച് ചെയ്യണം അടുത്തതായിട്ട്. യു എന്നുള്ള ഇവിടെ ഗ്രേസിയാണ്, അപ്പോൾ ഹൗ ഷീ എന്നുള്ളതാണ് വരിക. ഇനി നോ എന്നുള്ള മെയിൻ വെർബിനെ നമുക്ക് പാസ്റ്റ് ആക്കാം, അപ്പോൾ ന്യൂ എന്നായി മാറും അല്ലേ. ഹൗ ഷീ ന്യൂ അബൌട്ട് ദീസ് ഡോൾസ് എന്നുള്ളത് ദോസ് ഡോൾസ്. ഹൗ ഷീ ന്യൂ അബൌട്ട് ദോസ് ഡോൾസ് എന്നാണ്. ചോദ്യചിഹ്നം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഗ്രേസി റിപ്ലൈഡ്, ഗ്രേസി എന്ത് മറുപടി നൽകി? റെസ്പോണ്ടഡ് അല്ലെങ്കിൽ റിപ്ലൈഡ് ദാറ്റ് മാഡി ടോൾഡ്. ടെല്ലിൻ്റെ പാസ്റ്റാണ്, ടോൾഡാണ്, പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. അപ്പോൾ മാഡി ഹാഡ് ടോൾഡ് ഹെർ അബൌട്ട് ദം എന്നായി മാറും. ഓക്കെ, നെക്സ്റ്റ് 34 ചോദ്യത്തിലേക്ക് പോവാം. 34 കോൺവെർസേഷൻ തന്നിട്ടുള്ളത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാനാണ്. ഇതും സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. തന്നിരിക്കുന്ന കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഡബ്ബാവാലയും ലേഡിയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഗുഡ് മോർണിംഗ്, മൈ ഹസ്ബൻഡ് വർക്ക് ഇൻ ഇൻകം ടാക്സ് ഓഫീസ് അറ്റ് ബാന്ദ്ര ഈസ്റ്റ്. ഐ നീഡ് ഹിസ് ലഞ്ച് ബോക്സ് ടു ഡെലിവേർഡ് ഹിം അറ്റ് ഹിസ് ഓഫീസ് എന്നാണ്. അപ്പോൾ അവിടെ ചോദിക്കുന്നത് എന്താണ് അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നാണ് അല്ലേ. ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കേണ്ടത്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്നാണ് അല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ വീണ്ടും ഡബ്ബാവാല രണ്ടാമത് വീണ്ടും എന്തോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വി റിസൈഡ് ദ ഹൊറിസോൺ അപ്പാർട്ട്മെൻറ്റ് അറ്റ് വോർലിയിലെ ഹൊറിസോൺ അപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നായിരിക്കും അടുത്ത ചോദ്യം വരുന്നത് അല്ലേ. വേർ ഡു യു ലീവ്, നിങ്ങൾ എവിടെയാണ്. അപ്പോൾ റിസൈഡ് എന്നുള്ള ഡു ഫോമാണ്, അതുകൊണ്ട് തന്നെ മുകളിൽ ഡു തന്നെയായിരിക്കും. വേർ ഡു യു ലീവ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നാണ് ചോദിച്ചത്. നെക്സ്റ്റ് ഡബ്ബാവാല വുഡ് യു മൈൻഡ്
ഡാഷ് അടുത്തൊരു ചോദ്യം വുഡ് യു മൈൻഡ് എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ ലേഡി പറഞ്ഞു ഷുവർ ഐ വിൽ റൈറ്റ് ഡൗൺ ദി ഡീറ്റെയിൽസ്, ഞാൻ ആ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം എഴുതി തരാം എന്നാണ്. അപ്പോൾ വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും ഡീറ്റെയിൽസ് ഒന്ന് എഴുതി തരുമോ എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഉത്തരം എന്തായിരിക്കും വുഡ് യു മൈൻഡ് ഗിവിങ് മീ യുവർ ഡീറ്റെയിൽസ്. Dabawala, we usually collect the lunch box from the customers at 8 a.m. in the morning. If you fail to hand over the box on time, എന്ന് പറഞ്ഞിട്ട് if clause ആണ് അവിടെ ഫില്ല് ചെയ്യാനുള്ളത്. ഇഫ് യു ഫെയിൽ ടു ഹാൻഡ് ഓവർ, ഫെയിൽ എന്ന് പറയുന്നത് V1 ആണ്. അപ്പോൾ ഇഫ് യു ഫെയിൽ ടു ഹാൻഡ് ഓവർ ദ ബോക്സസ് ഓൺ ടൈം, കൃത്യസമയത്ത് ബോക്സ് കൈമാറാൻ നിങ്ങൾ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും, യു വിൽ പേ ദ ഫൈൻ എന്നോ അല്ലെങ്കിൽ വി കാണ്ട് കളക്ട് ഫ്രം ഇറ്റ് എന്നൊക്കെ എഴുതാവുന്നതാണ്. കാരണം ഇഫ് ക്ലോസ് ഫസ്റ്റ് കണ്ടീഷൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസ് നമ്മൾ എഴുതേണ്ടത് സബ്ജക്റ്റ്, വില്ല്, ഷാള്, ക്യാന്, മേ ഏതെങ്കിലും ഒന്നും പ്ലസ് V1 പ്ലസ് സബ്ജക്റ്റ് എന്നാണ്. ഓക്കെ നെക്സ്റ്റ് ഐ വിൽ സീ ഇറ്റ്, യു വിൽ കം ടു പിക്ക് അപ്പ് ദ ലഞ്ച് ടുമോറോ ഓൺ വേർഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇനി വരേണ്ടത് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും, ഐ വിൽ സീ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് യു വിൽ കം എന്നാണ്. അപ്പോൾ വില്ലാണ് അവിടെ ഓക്സിലറി. അപ്പോൾ വില്ലിൻ്റെ നെഗറ്റീവ് വോണ്ട്, പ്രൊനൗൺ യു, അപ്പോൾ വോണ്ട് യു എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് 35 35ാമത്തെ ചോദ്യം കറക്റ്റ് പ്രിപ്പോസിഷൻ അതുപോലെ ആർട്ടിക്കിളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന്, ഓഫ്, ഫ്രം, അറ്റ് എന്നിവ ബ്രാക്കറ്റ് നൽകിയിട്ടുണ്ട്. ഇതും സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. I wondered what the young men dash northern India, almost all them the uniform of the guest worker thought dash the turbulent return to their workplace. I wondered what the young men dash. Answer എന്തായിരിക്കും, I wondered what the young men from നോർത്തേൺ ഇന്ത്യ, യങ് മെൻ ഫ്രം എവിടെ നിന്ന് നോർത്തേൺ ഇന്ത്യയിൽ നിന്ന്, ഫ്രം നോർത്തേൺ ഇന്ത്യ, ആൾമോസ്റ്റ് all of them dash the uniform, in the uniform guest workers thought of this turbulent return their workplace. 36 നമ്മൾ ഇത്തവണ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പൊസിഷൻ, നൗൺ ഫ്രേസ് സബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസും അതുപോലെ വെർബ് ഫ്രേസും കണ്ടെത്തുക എന്നുള്ളതാണ് താഴെ തന്നിട്ടുള്ള 2 സെൻറ്റൻസിൽ നിന്ന്. ദ ചിൽഡ്രൻ സ്പെൻഡിങ് പവർ ഹാസ് സ്റ്റഡിലി റൈസൺ ഓവർ ദ ഇയേഴ്സ് എന്നാണ് എ ക്വസ്റ്റ്യൻ. ബി ദ യൂസ് ഓഫ് സെലിബ്രിറ്റി ഓർ പോപ്പുലർ ക്യാരക്ടർ ടു എൻഡോസ് ദ പ്രോഡക്റ്റ് ഇൻ ആൻഡ് ആഡ് ഈസ് എക്സ്ട്രീംലി എഫക്റ്റീവ് സോഴ്സ് ഓഫ് പെർസ്വേഷൻ എന്നാണ്. അപ്പോൾ ഇതിൽ 2 സെൻറ്റൻസിലും നൗൺ ഫ്രേസ്, സബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസ് ഏതാണ്, അതുപോലെ വെർബ് ഫ്രേസ് ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോൾ എ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏതാണ് നൗൺ ഫ്രേസ് എന്ന് പറയാം. സബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസ് ഏതാണ്, ചിൽഡ്രൻ സ്പെൻഡിങ് പവർ എന്നുള്ളതാണ്. ചിൽഡ്രൻ സ്പെൻഡിങ് പവർ എന്നുള്ളതാണ് സബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസ്. സെക്കൻഡ് സെൻറ്റൻസിൽ നമുക്ക് വെർബ് ഫ്രേസ് എഴുതാം. ദ യൂസ് ഓഫ് സെലിബ്രിറ്റി ഓഫ് ദ പോപ്പുലർ ക്യാരക്ടർ ടു എൻഡോസ് എ പ്രോഡക്റ്റ് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫ്രേസായിട്ട് സൂചിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ചോദ്യപേപ്പർ നന്നായിട്ട് ഒന്ന് വിലയിരുത്തി ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി എല്ലാവരും നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് എഴുതുക. എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ ക്ലാസ് ബേസിൽ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ക്ലാസ് നോട്ട്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും രേഖപ്പെടുത്താൻ മടിക്കരുത്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോസുമായി കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.